ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ദിലീപ് നായകനാവുന്ന തങ്കമണി എന്ന് പറയുന്ന ചിത്രം വരുന്നു. അതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി, തങ്കമണി എന്ന് പറയുന്ന ഒരു കേസിനെ ആസ്പദമാക്കിയിട്ടാണെന്നും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ നോക്കുന്നത് തങ്കമണി എന്ന് പറയുന്ന യഥാർത്ഥ കേസിനെ കുറിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിൽ തങ്കമണി സംഭവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്, പക്ഷേ അതൊന്നും പലതും പൂർണ്ണമല്ല. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് 1987 ഇതാ സമയമായി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു തങ്കമണി വിഷയത്തെ സംബന്ധിച്ച്. രണ്ടാമത് ഇറങ്ങുന്ന സിനിമയാണ് ദിലീപ് നായകനാവുന്ന സിനിമ. 1986 ഒക്ടോബർ 22 തങ്കമണി കേസ് നടക്കുന്നത്. എന്നാൽ അതിനും 4-5 വർഷം പുറകോട്ടൊന്ന് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. KSEB നിർമ്മിച്ച ഒരു റോഡ്, തങ്കമണിയിൽ പാറമടയിൽ നിന്നും തങ്കമണിയിലേക്കുള്ളൊരു റോഡ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ടാറിട്ട റോഡൊന്നുമല്ല, മണ്ണ് വിരിച്ച കുണ്ടും കുഴിയും നിറഞ്ഞൊരു റോഡാണ്. കട്ടപ്പന എന്ന് പറയുന്ന പ്രധാന ടൗൺ, ആ ടൗണിൽ നിന്ന് തങ്കമണിയിലേക്ക് ഒരു ബസ് റൂട്ട്, ഒന്നല്ല കുറച്ച് ബസ് റൂട്ട് ഉണ്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ ബസ് പോകുന്നത് 6:30 മണിക്കൊക്കെയാണ്. പക്ഷേ പാറമട വരെയാണ് നല്ലൊരു റോഡ്, ഗതാഗത സൗകര്യമുള്ള നല്ല റോഡുള്ളത്. ബാക്കി കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡായതുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നല്ല റോഡ് എവിടെ വരുന്നോ അവിടെ വെച്ച് ബസ് അവസാനിക്കും, അവിടെ നിന്ന് നമ്മൾ നടന്നു പോകണം. യഥാർത്ഥത്തിൽ തങ്കമണിയിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. തങ്കമണി എന്ന് പറയുന്ന പ്രദേശം ഒരു ഗ്രാമീണ പ്രദേശം, തീരെ പുരോഗതിയൊന്നുമില്ലാത്ത, തീരെ സാധാരണക്കാർ താമസിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു. 1982 KSEB നിർമ്മിച്ച ആ റോഡ്, കുണ്ടും കുഴി നിറഞ്ഞ റോഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗതാഗത സൗകര്യമൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ, കുറേ ചെറുപ്പക്കാരൊക്കെ കൂടി ചേർന്ന് പാറമടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് അവർ ഈ കുണ്ടും കുഴിയൊക്കെ നികത്തി ഒരു അത്യാവശ്യം സഞ്ചാരയോഗ്യമാവുന്ന വാഹനം, ബസ് വരാവുന്ന രീതിയിലാക്കി തീർത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാറമട വരെ വരുന്ന ബസ്സുകളോട് അഭ്യർത്ഥിച്ചു, ഇവിടുത്തെ ചെറുപ്പക്കാരും നാട്ടുകാരും ഒക്കെ തങ്കമണി വരെ വരണം എന്ന് അഭ്യർത്ഥിച്ചു. അതിൽ എലൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ കഥയിലെ യഥാർത്ഥ നായക ബസ്, ആ ബസ്സാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഈ പറയുന്ന തങ്കമണി എന്ന് പറയുന്ന പ്രശ്നത്തിന് ആധാരം. തങ്കമണിയിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവിടുത്തെ യുവാക്കളും എല്ലാവരും ചേർന്ന് ഈ പറയുന്ന ബസ് ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു, തങ്കമണി വരെ ബസ് വരണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ എലൈറ്റ് ബസ്സിലെ ജീവനക്കാർ അത് കൂട്ടാക്കിയില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഒരു തർക്കം രൂപപ്പെടുന്നു. അപ്പോൾ എലൈറ്റ് ബസ്സിലെ ഉടമസ്ഥൻ, എലൈറ്റ് ദേവസ്യ എന്ന് പറയുന്ന ആൾ ഇതറിഞ്ഞിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഒരു കള്ള പരാതി കൊടുക്കുന്നു. എലൈറ്റ് ബസ്സിനെയും അതുപോലെ തന്നെ ജീവനക്കാരെയും മർദ്ദിച്ചു എന്ന് പറഞ്ഞ് കള്ള പരാതി കൊടുക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ യുവാക്കളെയും ഈ പറയുന്ന വിദ്യാർത്ഥികളെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പള്ളിയിലച്ഛനും, കോട്ടൂരാൻ എന്ന് പറയുന്ന ഒരു പള്ളിയച്ചനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അദ്ദേഹവും എല്ലാവരും ചേർന്ന് കേസ് ഒത്തുതീർപ്പാക്കി അവരെ വിടുതൽ ചെയ്യുന്നു. പക്ഷേ നാട്ടുകാർ അടങ്ങിയിരുന്നില്ല. കള്ളക്കേസ് കൊടുത്തതുകൊണ്ട് തങ്കമണിയിലേക്ക് ബസ് വരണമെന്നും അതുപോലെ തന്നെ കള്ളക്കേസ് കൊടുത്തതിൻ്റെ പേരിൽ ദേവസ്യ എന്ന് പറയുന്ന മുതലാളി പരസ്യമായിട്ട് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെടുകയും, പക്ഷേ സ്വാഭാവികമായിട്ടും മുതലാളി എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് മുതലാളിത്തത്തിൻ്റെ എല്ലാ അഹങ്കാരവും ഉണ്ടായിരുന്ന ബസ്സിൻ്റെ ഓണർ മുതലാളി, അദ്ദേഹം ക്ഷമാപണം നടത്താനായിട്ട് തയ്യാറായില്ല. ശേഷം ബസ് സർവീസ് നടത്തുമ്പോൾ തങ്കമണിയിലെ ആളുകളെല്ലാവരും ചേർന്ന് ബസ് തങ്കമണി വരെ എത്തിച്ചിട്ട് അവിടെ തടഞ്ഞിട്ടു. മുതലാളി വന്ന് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ബസ് വിട്ടു നൽകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമായി. സ്വാഭാവികമായിട്ടും മുതലാളിക്ക് അത് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ അത്യാവശ്യം രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലും നല്ല കൈയൊക്കെ ഉള്ളൊരു മുതലാളിയായിരിക്കും, സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹം പോലീസുകാരുമായിട്ടൊക്കെ വന്ന് ബസ് വിട്ടു നൽകണം എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമാകുന്നു. പക്ഷേ അവിടുത്തെ ആളുകളൊക്കെ കൂടി ഒത്തുകൂടി. ആ ഒത്തുചേരലിൻ്റെ ഇടയ്ക്ക് ആരോ ഒരാൾ പള്ളിമണി മുഴക്കുകയും, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളെല്ലാവരും ഒരു അപായ സൂചനയായിട്ട് ആ പള്ളിമണി കണ്ടു. കുറച്ചുകൂടി കൂടുതൽ ആളുകൾ ചേർന്ന് കല്ലേറ് തുടങ്ങും. അപ്പോൾ കല്ലേറ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് പിന്തിരിയാതെ നിവർത്തിയില്ല. പോലീസ് പിന്തിരിഞ്ഞു, പക്ഷേ പോലീസിന് അത് കൂടുതൽ നാണക്കേട് ഉണ്ടാക്കിയ സംഭവമായിരുന്നു. രാത്രി ആ നാണക്കേട് മാറ്റുവാനായിട്ട് പോലീസ് കൂടുതൽ ബറ്റാലിയനുമായിട്ട് തങ്കമണിയിലേക്ക് ഇരച്ചു കയറുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നേരം ആ കല്ലേറിൽ പങ്കെടുത്ത അല്ലെങ്കിൽ കുറച്ച് അതിന് നേതൃത്വം വഹിച്ച കുറേ ആളുകളൊക്കെ ഒളിവിൽ പോയി. ആ ഒളിവിൽ പോയ ആ രാത്രി 1986 ഒക്ടോബർ 22 ആ കറുത്ത രാത്രിയിലാണ് തങ്കമണി കേസ് നടക്കുന്നത്. അന്ന് ആ തങ്കമണിയിലുള്ള കുടിലിലേക്കും വീടുകളിലേക്കൊക്കെ പോലീസ് ഇരച്ചു കയറി അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായിട്ട് മർദ്ദിച്ചു.
സ്വാഭാവികമായിട്ടും അവിടുത്തെ യുവാക്കളെയും അതുപോലെ തന്നെ അവിടുത്തെ പുരുഷന്മാരെയൊക്കെ അന്വേഷിച്ച് വന്ന പോലീസ് പിന്നെ അവിടെ കാണിച്ചു കൂട്ടിയത് വലിയ നരനായായിട്ടായിരുന്നു. ഈ പോലീസ് കാടത്തത്തിൻ്റെ ഇടയ്ക്ക് തന്നെ പോലീസ് ഒരു 7 തവണ വെടിയുതിർക്കുകയും ഒരു കർഷകനായിട്ടുള്ള ഒരു അവറാച്ചൻ എന്ന് പറയുന്ന ആളുൾപ്പെടെ കുറേ ആളുകളുടെ മരണപ്പെടുകയും ചെയ്യുന്നു. അത് സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം മുതൽ പ്രചരിക്കപ്പെട്ടത് അവിടുത്തെ സ്ത്രീകൾ അതിക്രൂരമായി മാനഭംഗത്തിന് അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു. പോലീസ് അതിദാരുണമായിട്ട് ഈ പറയുന്ന തങ്കമണിയിലെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി എന്നുള്ള വാർത്തയൊക്കെ കേരളം ഒട്ടാകെ വ്യാപിക്കുകയും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അതൊരു വലിയൊരു എന്താ പറയുക നെഗറ്റീവായിട്ട് വന്ന് ഭവിക്കുകയും ചെയ്തു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അദ്ദേഹം തന്നെയായിരുന്നു ആഭ്യന്തരമന്ത്രി. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു കറുത്ത ഏടായിട്ട് തങ്കമണി അങ്ങനെ രേഖപ്പെടുത്തി. പിന്നീട് വന്ന ഇലക്ഷനിൽ 6 മാസം മാത്രമേ ഇലക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ തങ്കമണി കേസ് നടക്കുമ്പോൾ, തങ്കമണി സംഭവം നടക്കുമ്പോൾ ആ ഇലക്ഷനിൽ കരുണാകരൻ ഗവൺമെൻറ് താഴെ വീഴുകയും മറ്റൊരു ഗവൺമെൻറ് അധികാരത്തിലേറുകയും ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽക്കകത്തുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതും അതുപോലെ തന്നെ കേസ് ഫയലിലും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സ് വഴിയൊക്കെ ഞാൻ അറിഞ്ഞതാണ്. അതിലെത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അന്ന് തങ്കമണിയിലേക്ക് ഇരച്ചു കയറിയ പോലീസുകാരിൽ ഒരാൾ, അത് ഇരിങ്ങാലക്കുടയിൽ താമസിക്കുന്ന ഒരു മോഹനൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് അവിടുത്തെ ഏതോ ഒരു വീട്ടിലൊരു സ്ത്രീ അവർ മോഹനൻ എന്ന് പറയുന്ന പോലീസുകാരെ വെട്ടുകയും അദ്ദേഹത്തിൻ്റെ കൈ അറ്റുപോവുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു സംഗതി എയറിൽ നിൽക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുടക്ക് അടുത്ത് മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ലാൽ ആശുപത്രിയിലായിരുന്നു അന്ന് അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കിയത് എന്നൊക്കെയുള്ളൊരു വാർത്ത അറിയാൻ ഇടയുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പോലീസ് രേഖകളിലോ അതുപോലെ തന്നെ മീഡിയകളിലോ ഒന്നും അധികം വാർത്തയായിട്ട് വന്നിട്ടില്ല. ഈ തങ്കമണി സംഭവത്തിലെ പ്രധാന കഥാപാത്രമായ എലൈറ്റ് ദേവസി എന്ന് പറയുന്ന ബസ് മുതലാളി, പിന്നീട് അദ്ദേഹം കരുണാകരൻ മന്ത്രിസഭ താഴെ വീഴുകയും പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് നാളൊന്നും ബസ് സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കടത്തിലായി. പിന്നീട് അദ്ദേഹം ഒരു ഹോട്ടൽ ജീവനക്കാരനായിട്ട് ഒതുങ്ങി കൂടേണ്ടി വന്നു. പിന്നീട് സൂര്യനെല്ലി കേസ് വന്നപ്പോൾ അദ്ദേഹം അതിലെ പ്രധാന പ്രതിയായി മാറുകയും പിന്നീട് അദ്ദേഹം ഒളിവിൽ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നടന്നത്. ഏതായാലും 38-39 വർഷത്തിന് ശേഷമാണ് ദിലീപ് നായകനാകുന്ന അതേ തങ്കമണി കേസ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ടാവും. പുതിയ കാലത്തെ ടെക്നോളജിക്ക് അനുസരിച്ച് ആ പഴയ കാലം എങ്ങനെ റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് കാണുവാനുള്ള ഒരു ആകാംക്ഷ ഒരു സാധാ സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് വരാം. ബൈ ബൈ.